പോലീസ് പിടിച്ചു. അതായത് നമ്മുടെ ലൈസൻസ് ഫേക്കാണെന്നും പറഞ്ഞ് അത് ഇവിടെ ഇന്ത്യക്കാർ കുറേ പേര് കള്ള പിന്നെ ഇതടിച്ചിട്ട് ഓടുന്നുണ്ട്. എന്നത് കള്ള അലി എക്സ്പ്രസ്സിൽ നിന്ന് ഇവരെടുത്ത ലൈസൻസ് ആണെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ വണ്ടിയല്ല, നിങ്ങളുടെയും കള്ള ലൈസൻസ് ആണെന്നും പറഞ്ഞാണ് ഇപ്പം ഞങ്ങൾ കിടക്കുന്നത്. കുറേ നേരെ പിടിച്ചിട്ട് അത് നമ്മുടെ ഇന്ത്യക്കാരോടുള്ള ഭയങ്കര മനോഭാവം ഇവർക്ക് ഭയങ്കര ഇപ്പം വ്യത്യാസമായിക്കൊണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇവിടെ നിന്ന് ടൂറിസ്റ്റായിട്ട് വരുന്ന ആൾക്കാർ എയർപോർട്ടിൽ നിന്ന് തന്നെ തിരിച്ചിടുവാണ്. അത് തന്നെയാണ് ഇവരെ കാണിക്കുന്നത്. ഇവിടെ ഇത്ര മോശം ആറ്റിറ്റ്യൂഡ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ രാജ്യത്ത് കയറിയിട്ട് ഇത്ര മോശം ആറ്റിറ്റ്യൂഡ്. ഒന്നാമത്തെ കാര്യം ഇവർക്ക് പിന്നെ ഇവരുടെ ഭാഷ അറിയത്തുള്ളൂ. അതായത് അവരോട് നമ്മളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് ചോദിക്കുമ്പോൾ അവർ സംസാരിക്കാനായിട്ട് തയ്യാറല്ല. ഇതിപ്പോൾ എന്നെ ടോയ് ചെയ്യുന്ന പറഞ്ഞ് ടോയ് ചെയ്ത് കൊണ്ടോ എന്നിട്ട് എത്ര ടോയ് ചെയ്യുന്നതിൻ്റെ പൈസ, ഇടുന്നതിൻ്റെ പൈസ, ആ പൈസ ഈ പൈസ ഇതെല്ലാം നമ്മൾ കൊടുക്കണം. ഫൈനലി ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകാൻ വേണ്ടി ടോയ് വന്നു കേട്ടോ. എന്ത് മനോഹരമായ കാഴ്ച. ഇപ്പം ഞങ്ങളുടെ വണ്ടി കൊണ്ടുപോകും. ഞങ്ങളെങ്ങനെ കേട്ടോ. അതെ, സംഭവം വലിയ സെറ്റപ്പൊന്നുമില്ല. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു ചെറിയൊരു എന്താ പറയുക, ഇന്ത്യക്കാരോടുള്ള ഒരു മനോഭാവം. അത്രേ ഉള്ളൂ. ഫോണല്ല എല്ലാവരും കയ്യിലില്ല. എൻ്റെ ഒരു ഫോണുണ്ട്, എൻ്റെ ഉള്ളിലൊരു ഫോണും കൂടെ ഉണ്ട്. ജോർജിയൻ പോലീസ് ഞങ്ങളുടെ വണ്ടി പിടിക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ വണ്ടി ടോ ചെയ്യുന്നു, മിനിസ്ട്രിയിലേക്ക് കൊണ്ടുപോകുന്നു. സന്തോഷിക്കണ്ട, ഇതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണം. അതെ, അതിനുള്ള എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്യണം കേട്ടോ. എന്നേട്ടാ യെസ് പിന്നെ ഞങ്ങളുടെ ആവശ്യമല്ലേ. ഇത് വണ്ടി അങ്ങനെ റിക്കവറി കയറ്റി പോലീസ് അവിടെ ഉണ്ട്. വണ്ടി ഇപ്പോൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ജോർജിയയിൽ. നമ്മുടെ ഒരു ഭാഗ്യം, ഇന്ത്യയിൽ അറസ്റ്റ് ചെയ്തു, ഇവിടെ ജോർജിയയിൽ അറസ്റ്റ് ചെയ്തു. ചേട്ടാ കറക്റ്റ് ലോക്ക് ചെയ്ത് വെച്ചോട്ടോ. ഹാൻഡ് ബ്രേക്ക് വലിച്ച് ഫുള്ള് ഗ്ലാസ് കയറ്റിട്ടോ. എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കേട്ടോ. എന്നെ സസ്പെൻഡ് ചെയ്തു. ഇവിടെ ലൈസൻസ് ഉള്ള ആൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ലൈസൻസ് സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ പ്രൂഫിന് വേണ്ടി കൊണ്ടുപോയേക്കുവാണ്. ഐശ്വര്യപരമായ ഫ്രെയിം. ജോർജിയൻ പോലീസ് ഞങ്ങളുടെ വണ്ടി നോക്കി എത്ര റെക്കോർഡുകളാണ്. നമ്മുടെ ആൾക്കാർ തന്നെ നിശ്ചലം കൊണ്ടുപോകട്ടോ. സാധനം കൊണ്ടുപോയി. ഇനിയിപ്പോൾ നമ്മൾ എവിടെയോ ചെല്ലണം. ഫൈനലി ഞങ്ങൾ ഇവിടെയാണ് പോലീസിൻ്റെ ക്ലിയറൻസിന് വന്നത്. ലാസ്റ്റ് വണ്ടി വിട്ട് കിട്ടി. ഇതാണ് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ്. ഒന്നോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് പോയി വണ്ടി എടുക്കട്ടെ. ഇനിയിപ്പോൾ നാളെ ഒരു ഹിയറിംഗ് ഉണ്ട് ലൈസൻസിൻ്റെ, അങ്ങോട്ടേ ഉള്ളൂ. നമുക്ക് നേരെ വണ്ടി എടുത്തോട്ട് പോകാം കേട്ടോ. പിടിച്ചുകൊണ്ട് പോയ വണ്ടി ഞങ്ങൾ ഇറക്കി. ഏതാണ്ട് നാട്ടിലെ 5000 സംതിങ്, ഇതാ ഇങ്ങോട്ട് നോക്കി, 168 ലാറി അടച്ച് വണ്ടി ഇറക്കി. ഇനിയിപ്പോൾ നാളെ ഒരു ഹിയറിംഗ് ഉണ്ട് ലൈസൻസിൻ്റെ. അത് കറക്റ്റായാലേ 15,000 രൂപ നാട്ടിൽ കൊടുക്കേണ്ട. ഒരു കറക്റ്റായിരിക്കില്ല. ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ഓടാം, അങ്ങനെ നിയമമുണ്ട്. അപ്പം എൻ്റെ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ പിന്നെ നമ്മുടെ അതേപോലെ തന്നെ കള്ള IP വെച്ച് ഓടുന്നുണ്ട്. അതാണ് സംഭവം. ഫൈനലി വണ്ടി കിട്ടി. നമ്മൾ നേരെ പാർക്കിങ്ങിൽ പോകണം. ഇനി നാളെ ഹിയറിംഗ് ഉണ്ട്. എന്തെങ്കിലും പരിപാടി കഴിഞ്ഞു. ഒരു 1000 ഇന്ത്യക്കാരെ, ഒരു 100 കണക്കിന് മലയാളികളെ അവിടെ ഞങ്ങൾ കണ്ടു. അവർ ഇല്ലീഗൽ മൈഗ്രേഷൻ ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അവർ കൈ കാണിച്ചു. അവിടെ വലിയ